ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ തായ്ലൻഡ് ട്രിപ്പിന് ശേഷം ഞാനൊരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു ചെറിയ വ്ളോഗായിരിക്കും ഇത്. അങ്ങനെ എൻ്റെ കസിൻസൊക്കെ ലീവിന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വിചാരിച്ചു പൂളിൽ പോവാമെന്ന്. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് പോവേന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, സീറോ അക്വാറ്റിക് സെൻറ്റർ. ഇവിടെ ഒരാൾക്ക് വരുന്നത് 150 ആണ് റേറ്റ്. നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കാണെങ്കിൽ ഇത് കണ്ട് ഭയങ്കര സന്തോഷമായി. നമ്മൾ ആദ്യം ഇവിടെ എത്തിയിട്ട് നമുക്ക് പിന്നെ ഇപ്പം വേണ്ട നൈറ്റ് വരാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നൈറ്റ് ഫുൾ ബുക്കിംഗ് ആണ്, അപ്പം കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ഏതായാലും ഇങ്ങോട്ട് വന്നില്ല, അപ്പോൾ ഇപ്പം തന്നെ ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഇവിടെ എൻജോയ് ചെയ്ത് നമ്മൾ നേരെ പുറത്തേക്ക് വിട്ടു. അങ്ങനെ ഒരു 8:30 ആകുമ്പോഴേക്ക് നമ്മൾ വിചാരിച്ചു പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി. എവിടെ നിന്ന് കഴിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെയാണ് വിചാരിച്ച് ഇപ്പോൾ ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത അൽ മജ്ലിസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് കാഞ്ഞങ്ങാട്. അവിടുത്തെ സ്പെഷ്യൽ പറയുന്നത് റാൻ മന്തി, പിന്നെ ലെബനീസ് ഷവർമ, അതൊക്കെയാണ്. അറിയില്ല എങ്ങനെയാണ് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് പോകുന്നത് തന്നെ. അങ്ങനെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ബീഫ് റാൻ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബീഫ് മന്തി കഴിക്കുന്നത് തന്നെ. പിന്നെ ചീസ് ലെബനീസ് ഷവർമയും കൂടി ഓർഡർ ചെയ്തിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ഉമ്മാക്ക് പൊറോട്ടയും പിന്നെ വെജ് കുറുമ മതി പറഞ്ഞുകൊണ്ട് നമ്മൾ അതും കൂടി ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാവർക്കും റാൻ മന്തി നല്ലോണം ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. റാൻ മന്തി മാത്രമല്ല ഷവർമയും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ നേരെ പൊരിക്കേക്ക് പോയി. അങ്ങനെ നമ്മൾ കുറച്ച് മാങ്ങ ഉപ്പിലിട്ടയും പൈനാപ്പിൾ ഉപ്പിലിട്ടയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കഴിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പൊരിക്കേക്ക് പാർസൽ വാങ്ങിയിട്ടാണ് പോയത്. ഇന്നത്തെ മോർണിംഗ് ഫുഡ് പറയുന്നത് ഇഡ്ഡലിയും പത്തിലും ചിക്കൻ കറിയേനും. പിന്നെ ചായ വേണ്ടവർക്ക് ചായയും കോഫി വേണ്ടവർക്ക് കോഫിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ ബീഫും ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് പോകാനതാ ഇറങ്ങിയതാണ്. അങ്ങനെ ബീഫ് കറി വെച്ചു, പിന്നെ ചിക്കൻ അത് ഫ്രൈ ചെയ്യാൻ വെച്ചു, നെയ്ച്ചോറും കൂടിയാക്കി നമ്മൾ കഴിച്ചു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിള്ളേരിങ്ങനെ കളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വേഗം പോയി പിസ്സ ഉണ്ടാക്കാമെന്ന്. രാത്രി ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോയി.